അവിടുത്തെ പോപ്പുലേഷൻ എത്ര ശതമാനം, ആ പോപ്പുലേഷന്റെ സെക്സ് റേഷ്യോ ഒന്ന് നോക്കാം നമുക്ക്. സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 891,000 അതാണ്. അതായത് 891 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാര്, അല്ലെങ്കിൽ നമുക്ക് പറയാം 1000 പുരുഷന്മാർക്ക് 891 സ്ത്രീകൾ എന്നതാണ് അവിടുത്തെ സെക്സ് റേഷ്യോ. അതായത് സ്ത്രീകൾ കുറവും പുരുഷന്മാർ കൂടുതലും. അത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കുറവും പുരുഷന്മാർ കൂടുതലും ആകുന്നത്? കേരളത്തിലാണെങ്കിൽ മറിച്ചാണ്. എത്രയാണ്? 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ്. അപ്പൊ ഇവിടെ സ്ത്രീകളാണ് കൂടുതൽ, പുരുഷന്മാരാണ് കുറവ്. ഓൾ ഇന്ത്യ തലത്തിലും 48% സ്ത്രീകളെ ഉള്ളൂ, 52% പുരുഷന്മാരാണ് പോപ്പുലേഷൻ റേഷ്യോ എടുക്കുകയാണെങ്കിൽ. അപ്പൊ അതെന്തുകൊണ്ടാണ് കേരളത്തില് സ്ത്രീ സാന്നിധ്യം കൂടുതലും പുരുഷ സാന്നിധ്യം കുറവും, ആകെ ഓൾ ഇന്ത്യ തലത്തില് പുരുഷ സാന്നിധ്യം കൂടുതലും സ്ത്രീ സാന്നിധ്യം കുറവുമാകാൻ കാരണം അത് ഈ സെക്സ് പ്രിഫറൻസ് ആണ്. അതായത് ആൺകുട്ടികൾ ഉണ്ടെങ്കിലേ സ്വർഗം കിട്ടൂ എന്നുള്ള ഒരു അന്ധവിശ്വാസം ഓൾ ഇന്ത്യ തലത്തില് നമ്മുടെ ഹിന്ദുയിസം വളർത്തിയെടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പെൺകുട്ടികൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പെൺകുട്ടികൾ എന്ന് വരുമ്പോഴത്തേക്കും ഭ്രൂണഹത്യ ചെയ്യുക, അതല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഹത്യ ചെയ്യുക, അങ്ങനെ പലതരത്തിലും പെൺകുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബീഹാറിലാണെങ്കിലും മറ്റെവിടെ ഏത് സംസ്ഥാനത്താണെങ്കിലും പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ആണുങ്ങളുടെ എണ്ണത്തെക്കാൾ കുറഞ്ഞിരിക്കാൻ കാരണം.